ആദരണീയനായ സ്വാമികൾ, അസാന്നിധ്യത്തിലെങ്കിലും ഇവിടെ നിന്ന് പോയതായ ഇമാം, ഫാദർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾ, നാഗമ്പെടുത്തുനിന്ന് കടന്നു വന്നതായ ശ്രീനാരായണീയ തീർത്ഥാടകർ, SNDP യോഗത്തിൻ്റെ ചുമതലക്കാരും അംഗങ്ങളുമായിരിക്കുന്ന സഹോദരങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. 1924 ഇന്നേക്ക് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈത ആശ്രമത്തിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ പൂവറ്റൂർ ടൗൺ SNDP ശാഖ ഇത്തരം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തതിൽ ഞാൻ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വാമിയും എനിക്ക് മുമ്പ് സംസാരിച്ച ഇമാമും അച്ഛനുമൊക്കെ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമയം അധികമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂടുതലൊരു വിശദീകരണത്തിന് ഞാനില്ല. പക്ഷേ എന്നെ ഇവിടെ ഈ ഒരു വേദി എനിക്ക് നൽകിയത് ക്രൈസ്തവ ധർമ്മത്തെക്കുറിച്ച്, ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് പറയാനാണ്. ഈ പൂവറ്റൂരിൽ ഏതാണ്ട് 4 നൂറ്റാണ്ടു കാലത്തോളം ഒരു ട്യൂഷൻ സെന്റർ നടത്തുകയും അതിൻ്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്തപ്പോഴൊന്നും ഞാൻ ഇത്തരം വേദികളിൽ പങ്കെടുത്തിട്ടില്ല, ക്ഷണിക്കപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ ഒരു പ്രേക്ഷിതനായിരിക്കുമ്പോൾ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നോട് ഞാൻ പറയാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഒരിക്കലും മതം എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല. ക്രിസ്തു മാർഗം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഞാൻ ക്രിസ്തു മാർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മതത്തെ കാണാനില്ല. എൻ്റെ അഭിപ്രായത്തിൽ മതം എന്ന് പറഞ്ഞാൽ കേവലം അഭിപ്രായം മാത്രമാണ്. അതൊരു ഒരു ജാതിയായിട്ടോ ഒന്നും വരാൻ പാടില്ല. ഞാൻ മതങ്ങളെ കാണുന്നത് കുളത്തെ പോലെയാണ്, കുളങ്ങളെ പോലെ. മാർഗത്തെ കാണുന്നത് ഒഴുക്ക് വെള്ളം പോലെയുമാണ്. കുളങ്ങൾ എന്ന് പറയുമ്പോൾ കാണാൻ നല്ല മനോഹരമാണ്. അത് പ്രകാശം തട്ടുമ്പോൾ അതിന് വിവിധങ്ങളായിട്ടുള്ള നിറം കാണും. പക്ഷെ കുളമെന്ന് പറയുന്നത് അത്ര ശുദ്ധമല്ല. കുളത്തിൽ നിന്ന് നാം വെള്ളം കുടിക്കുമായിരിക്കാം, ഒരു പക്ഷേ നമ്മളുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് കുടിക്കുമായിരിക്കാം. എങ്കിലും ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല എന്ന ഒരു പ്രയോഗം നമുക്കുണ്ട്. ഒഴുകുന്നിടത്ത് അഴുക്കില്ല. കുളങ്ങൾ കലക്കി കഴിയുമ്പോൾ ആ കുളങ്ങളുടെയൊക്കെ അടിയിൽ നിന്നും അതിനകത്തുള്ള അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ പൊങ്ങി വരുന്നത് കാണുവാൻ സാധിക്കും. മാർഗത്തിൽ അതില്ല. മാർഗത്തിൽ ആരെയും മാർഗത്തിൽ അടിച്ചേൽപ്പിക്കലില്ല. യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ മാർഗമാണ്. ഞാൻ ക്രിസ്തു മാർഗത്തിന്റെ പ്രതിനിധിയായിട്ട് വരുമ്പോൾ എന്താണ് ക്രിസ്തു, ആരാണ് ക്രിസ്തു എന്ന് ഒരു വരിയിൽ പറഞ്ഞു പോകേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടും ഇതൊരു മതസമ്മേളനത്തിന്റെ ഭാഗമായതുകൊണ്ടും ഞാൻ വേഗത്തിൽ അതിലേക്ക് കടക്കുകയാണ്. ഇന്നേക്ക് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അവതരിച്ച ഒരു യുഗപുരുഷനായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ
2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജനിച്ച ഒരാളല്ല യേശുക്രിസ്തു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിന്റെ കാരണം മനുഷ്യരെന്നും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, പാപം. എല്ലാ മതങ്ങളും പറയുന്നുണ്ട് പാപിയാണ് മനുഷ്യനെന്ന്. പക്ഷെ ഈ പാപം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ എങ്ങൊന്നും കണ്ടിട്ടില്ല. വേദപുസ്തകത്തിലും പാപം എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഈ സർവമത സമ്മേളനം 1924 സംഘടിപ്പിച്ച നാരായണ ഗുരുവിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സർവമത സമ്മേളനത്തിനേക്കാൾ അതുപോലെ തന്നെ പ്രസക്തമായ ഒന്നാണ് അരുവിപ്പുറത്തെ ആ പ്രതിഷ്ഠ, ദേവപ്രതിഷ്ഠ. ആ ദേവപ്രതിഷ്ഠയിൽ ഗുരു പ്രതിഷ്ഠിച്ച ദേവനാരാണെന്നുള്ളതിനേക്കാൾ അപ്പുറം അത്തരമൊരു കാലത്തിൽ പ്രതിഷ്ഠയ്ക്ക് അനുവാദമുണ്ടായിരുന്ന ചില പ്രത്യേക സമൂഹങ്ങൾക്ക് നേരെ അദ്ദേഹം ഉയർത്തിയ വെല്ലുവിളി കൂടിയാണ് ആ പ്രതിഷ്ഠ എന്ന് ഞാൻ മനസ്സിലാക്കും. അത്തരം ഒരു പ്രവൃത്തിയുടെ ഇൻസ്പിറേഷനിൽ നിന്നുകൊണ്ടാണ് ഞാനും നിൽക്കുന്നത്. യഥാർത്ഥ ക്രിസ്തു മാർഗത്തിന് വേഷഭൂഷാദികളില്ല, പൗരോഹിത്യത്തിന്റെ മതിൽക്കെട്ടുകളില്ല. ഞാനീ പറയുന്നത് വേദപുസ്തകം തുറന്നു വെച്ചിട്ടാണ്. അതിനകത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ പൗരോഹിത്യമില്ല. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2 പതിപ്പുകൾ അവിടെ ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പൗരോഹിത്യത്തിന്റെ മതിൽക്കെട്ടുകൾ ഏതെങ്കിലും ചിലർക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ മനുഷ്യരോടും പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. അവിടെ മതമില്ല, ജാതിയില്ല. എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ മക്കളാണെന്നും എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ടെന്നും വ്യക്തമായി വേദപുസ്തകത്തിലെ പുതിയ നിയമം പറയുമ്പോ വേഷഭൂഷാദികളുടെ മറവിനകത്ത്, മതിൽക്കെട്ടിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല യഥാർത്ഥ ക്രിസ്തു മാർഗം. അപ്പോൾ എവിടാണ് പാപമെന്ന് വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും ഈ പറഞ്ഞ വാക്കിന്റെ ധൈര്യത്തിൽ ഞാൻ ഒന്ന് പരിശോധിച്ചു എങ്ങനായി പാപമുണ്ടായത്. ഇവിടെ വഴിനീളമൊക്കെ പരസ്യയോഗങ്ങളിലൊക്കെ ബന്ധക്കോസ്തല പാസ്റ്റർമാരും കൺവെൻഷനുകളിൽ ആളുകളുമൊക്കെ മനുഷ്യ നീ പാപിയാ പാപിയാ പാപിയാ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു വന്നതെന്ന് പറയുമ്പോൾ ഒരാൾ തിരിച്ചു ചോദിക്കട്ടെ, എപ്പോഴാ ഞാൻ പാപിയായേ? ഞാൻ എങ്ങനെ പാപിയായെന്ന് ചോദിക്കുന്നതിന് പലരും മറുപടി പറയാറില്ല. ഞാൻ മുമ്പേ പറഞ്ഞ രാജകീയ പുരോഹിത വർഗത്തിലെ ഒരു പ്രതിനിധിയാണ് ഒരു സാധാരണക്കാരനായ ഞാൻ എന്ന ധൈര്യത്തിൽ ഞാനൊരു അന്വേഷണം നടത്തി. അതിൽ നിന്ന് ഞാൻ പാപം എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിച്ചു. അത് ഏദൻ തോട്ടത്തിൽ ആദം അല്ലെങ്കിൽ ഹൗവ ഒരാപ്പിൾ തിന്നപ്പോൾ ഉണ്ടായതല്ല പാപം. പാപത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് വളരെ വേഗത്തിൽ പറയാം. ഇവിടെ സഹോദരിമാർ ഇരിപ്പുണ്ട്. നിങ്ങളൊക്കെ വീട്ടില് പാചകം ചെയ്യുമ്പോൾ, പച്ചക്കറി പാചകം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് പാചകം ചെയ്യാൻ പറ്റില്ല. എത്ര വെച്ചാലും കുറെ വേസ്റ്റ് ഉണ്ടാവും. മത്സ്യമോ മാംസമോ പാചകം ചെയ്താലും വേസ്റ്റ് ഉണ്ടാകും. പണികൾ ചെയ്യുന്ന പുരുഷന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. വീടുകൾ പണിയുമ്പോഴും അത് ഏറ്റവും മനോഹരമായ വീടിന്റെ ബാക്കി പത്രമായി കുറച്ച് വേസ്റ്റ് ഉണ്ടാകും. അത് ദൈവത്തിന്റെ സിസ്റ്റമാണ്, മനുഷ്യനല്ല. ദൈവത്തിന്റെ സിസ്റ്റത്തിൽ എന്തുണ്ടായാലും വേസ്റ്റ് ഉണ്ടാവും, മാലിന്യം ഉണ്ടാവും. മാലിന്യമില്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോ ദൈവത്തെ കുറിച്ച് ദൈവത്തെ ആരുണ്ടാക്കി എന്ന് പറയാനുള്ള ജ്ഞാനം എനിക്കില്ല. പക്ഷെ ദൈവം ഈ മഹാപ്രപഞ്ചത്തെ ഉളവാക്കിയപ്പോൾ, ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയപ്പോൾ ദൈവം മനസ്സിലാക്കി അഖിലാണ്ടം ഉണ്ടാകുന്നതിന്റെ പരിണിത ഫലമായി പാപം എന്ന് പറയുന്ന വേസ്റ്റ് ഉണ്ടാകും. ആ പാപം എന്ന് പറയുന്ന വേസ്റ്റ് ദൂതനെ നശിപ്പിക്കും,
അത് മനുഷ്യനെ നശിപ്പിക്കും, ലോകത്തെ മുഴുവനും നശിപ്പിക്കും. ഇപ്പോ എല്ലാരും കുറ്റപ്പെടുത്തുന്ന ഒരാളുണ്ട്, ചെകുത്താൻ, പിശാച ഇതൊക്കെ ചെയ്യുന്നെന്ന് പറയും. സത്യത്തിൽ പുള്ളി പാവമാണ്. എന്താ കാര്യം? അദ്ദേഹം ഒരു ദൂതനായിരുന്നു. ആ ദൂതന്റെ മേൽ ഈ പാപം കയറിയപ്പോഴാ അദ്ദേഹം പിശാചായി മാറിയത്. മനുഷ്യന്റെ മേൽ ഈ പാപം കയറിയപ്പോഴാ മനുഷ്യൻ ദൈവത്തിൽ അകന്നു പോയത്. ഇത് ദൈവത്തിന് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാത്തിന്റെയും അവസാനം പാപമെന്ന് പറയുന്ന ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഒരാളെ തന്നിൽ നിന്ന് ഉളവാക്കാൻ ദൈവം തീരുമാനിച്ചു. അത് വെളിപ്പാട് പുസ്തകം 3:14 അങ്ങനെ ദൈവം പാപം ഉണ്ടാകുന്നതിന് മുമ്പേ പാപത്തിന്റെ പരിഹാരകനായി സൃഷ്ടിച്ചതാണ് ക്രിസ്തുവിനെ. അത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്, വെളിപ്പാട് 3:14 മറഞ്ഞു കിടപ്പുണ്ട്. അതായത് പാപത്തിന്റെ കുറ്റം മനുഷ്യനല്ല, പാപത്തിൻ്റെതായ കുറവുകൾ മനുഷ്യൻ മൂലമല്ല, ചെകുത്താൻ മൂലമല്ല, ദൈവം തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി. അതുകൊണ്ട് ദൈവം തന്നിൽ നിന്നും മറ്റൊരുവനെ ഉളവാക്കിയവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ച് ദൈവം തീരുമാനിച്ചു. അതെ, ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി ജീവിച്ച്, മനുഷ്യനായി മരിച്ച് രക്തമൊഴുക്കി പാപത്തിന് പരിഹാരം വരുത്തണമെന്ന് തീരുമാനിച്ചതിന്റെ ഫലമാ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. അങ്ങനെ യേശുവിന്റെ മരണം മൂലം പാപത്തിന് പരിഹാരം വരുത്തി. ആ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ഒരു വാർത്ത പറഞ്ഞു കൊടുത്തു. മനുഷ്യ, നിന്റെ കർമാചാരങ്ങളോ നിന്റേതായ ഒന്നും വേണ്ട, യേശു മരിച്ചത് പാപത്തിന്റെ പരിഹാരമാണെന്ന് വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ നരകത്തിൽ പോകും, അങ്ങനെ ഇടും ഇങ്ങനെ ഇടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചല്ല ഇത് അറിയിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം അപ്പോൾ തന്നെ പറയുന്നു, നിങ്ങൾ വിചാരിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ക്രിസ്തു മതമാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരിക്കാം ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ സത്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ ക്രിസ്തു മാർഗം അറിയാത്തവരുണ്ടല്ലോ. എല്ലാവരും പറയും ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ നീ നശിച്ചു പോകുമെന്ന് പറയുമല്ലോ. പക്ഷേ ക്രിസ്തു മാർഗം അറിയാതിരിക്കാൻ ഒരു സ്വാതന്ത്ര്യം മനുഷ്യനില്ലേ? അവരെ കുറിച്ച് വചനത്തിലുണ്ട്. അവരവരുടെ മനസാക്ഷിയിൽ ഒരു പ്രമാണമുണ്ട്. അതിൽ പറയും സത്യമേത് തെറ്റ്. അവർക്കും രക്ഷയുണ്ടെന്നാ വേദപുസ്തകം പറയുന്നത്. ഇതാണ് ക്രിസ്തു മാർഗത്തിന്റെ പൊരുൾ. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അതിനപ്പുറം അംഗീകരിക്കാത്തവരൊക്കെ നശിക്കുമെന്ന് പറയുന്നത് മതമാണ്, അതൊരിക്കലും മാർഗമല്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മാർഗം സ്വതന്ത്രമായി പറയട്ടെ. അപ്പൊ തന്നെ അപ്പുറത്ത് ഹിന്ദു ധർമ്മം അവർ പറയട്ടെ, ഇസ്ലാമിന്റെ ധർമ്മം അവർ പറയട്ടെ. ആരും ഒന്നും അടിച്ചേൽപ്പിക്കണ്ട. മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാൻ, ശരിയേത് ഇനിപ്പോട്ടെ, എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ യുക്തിവാദിയാ. അവരും ദൈവസൃഷ്ടികളല്ലേ, അവർക്കും അവരുടെ ധാരണകൾ ശരിയോ തെറ്റോ എന്ന് സ്വീകരിക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് മനുഷ്യൻ ദൈവം കളിക്കുകയാണ് പലപ്പോഴും. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, വയലാർ രാമവർമ്മ പ്രവാചകനാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം മനോഹരമായ കവിതകൾ എഴുതിയ കേരളത്തിന്റെ മഹനീയ പുത്രനാണ്. എന്നാൽ 1972 അച്ഛനും ബാപ്പയും എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയിലൂടെയാണ് യേശുദാസിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായകനുള്ള അവാർഡ് ആദ്യമായി ലഭിക്കുന്നത്. അതിനകത്ത് വയലാർ എഴുതി വെച്ച ചില വരികളുണ്ട്. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് പാടാൻ കഴിവ് കുറവാ, എങ്കിലും അതിലെ 4 വരികൾ പാടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് രാമവർമ്മ എഴുതിയിരിക്കുന്നത്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ യേശുദാസ് അതിനെ പറ്റി പാടി നമുക്കറിയാം. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാൽ അറിയാതായി, ലോകം ഭ്രാന്താലയമായി. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി,
നമ്മളെ കണ്ടാൽ അറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. നോക്കുക, ഇത് 1972 രാമവർമ്മ എഴുതി വെക്കുമ്പോ ഇന്ന് 100 വർഷത്തെ മതസമ്മേളനത്തിന്റെ ശതാബ്ദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഇനിയും അത് ആവർത്തിക്കണമെന്ന് തോന്നുകയാണ്. ഇനിയും അതിലെ ചില വരികൾ പ്രസക്തമാ. അടുത്ത വരി ഇങ്ങനെയാ: സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ. ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. നോക്കുക, മതങ്ങൾ ചിരിക്കുകയാണ്. മതങ്ങൾക്കപ്പുറം മാർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതേ, 100 വർഷത്തിനു മുമ്പ് യുഗപ്രഭാവനായ ഗുരു ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് അതേ വിശാലമായ സങ്കല്പം, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ ഇന്ന് മതത്തിന്റെ പേരിൽ മനുഷ്യൻ കടിപിടി കൂടുകയാണ്. എന്റെ മതം നിന്റെ മതത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ട് ദൈവങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കടിപിടി കൂടുമ്പോ, അതെ, ഒരു ദൈവവും അതെ മനുഷ്യന്റെ ചോര കണ്ട് സന്തോഷിക്കുന്നവനല്ല. അത് മനുഷ്യ മനസ്സിനകത്ത് വന്നിരിക്കുന്ന ഒരധമ വിചാരമാണ്. അങ്ങനെയെങ്കിൽ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾക്ക്, ശ്രീനാരായണീയർക്ക് ഒരു വലിയ കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതെ, സത്യവും സൗന്ദര്യവും മാനുഷിക ബന്ധങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ സമീപകാല സമകാലീന യാഥാർത്ഥ്യത്തിൽ അതെ സത്യത്തിന്റെ 100 വർഷത്തിന് മുമ്പ് ഗുരു ഉയർത്തിപ്പിടിച്ച ആ സർവമതങ്ങളുടെ എല്ലാ മതത്തിന്റെയും സത്യവും സാരാംശവും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മനുഷ്യരായി, മനനം ചെയ്യുന്ന മനുഷ്യരായി, സദ്ബുദ്ധിയുള്ള മനുഷ്യരായി തീരാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം നൽകിയതായ SNDP ശാഖയോടും എൻ്റെ മുമ്പിൽ ഇത് കേൾക്കാൻ മനസ്സ് കാണിച്ച എല്ലാ സഹോദരങ്ങളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കട്ടെ.